വാർത്തകളിലേക്ക് മടങ്ങി വരാം. തൃശൂരിൽ ചിക്കൻ ചില്ലിക്കൊപ്പം നൽകിയ നാരങ്ങയ്ക്ക് നീര് കൊന്നതിനെ ചൊല്ലി സംഘർഷം. വടക്കാഞ്ചേരി മിണാലൂരിലെ ഹോട്ടലാണ് സംഘർഷമുണ്ടായത്. ഹോട്ടൽ ഉടമയായ മുജീബിന്റെ 3 പല്ലുകൾ നഷ്ടമായി. ഹോട്ടൽ ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കും ചോദ്യം ചെയ്യാൻ എത്തിയവർക്കുമെല്ലാം സംഘർഷത്തിൽ പരിക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേർന്നത്. ലെവിൻ, ഇപ്പോൾ ഈ ആളുകൾക്കൊന്നും തല്ലുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടെന്ന് തോന്നുന്നു. കാരണം ദൃശ്യങ്ങൾ നോക്കി തന്നെ ചോദിക്കാൻ വന്നവർക്കും എല്ലാം അടി കിട്ടിയ ഒരു സാഹചര്യമാണ്. എന്താണ് അവസ്ഥ? കാണുന്നത് നമുക്ക് കൊല്ലം ജില്ലയിലാണ്. പക്ഷെ അത് തൃശ്ശൂരിലും ഇത്തരത്തിലൊരു സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വടക്കാഞ്ചേരി മിണാലൂർ സെലക്ട് ഹോട്ടലിൽ വെച്ച് ഈ സംഘർഷം നടക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ചെറുപ്പക്കാരായിട്ടുള്ള 2 പേർ അവർക്കൊപ്പം കൊടുത്ത ചിക്കൻ ചില്ലിക്കൊപ്പം കൊടുത്ത നാരങ്ങയ്ക്ക് ആവശ്യത്തിന് നീരില്ല എന്ന് പറഞ്ഞാണ് തർക്കം ഉണ്ടാകുന്നത്. ഹോട്ടൽ ജീവനക്കാരുമായും പിന്നീട് ആ തർക്കം പരിഹരിക്കാനെത്തിയ ഹോട്ടൽ ഉടമ മുജീബുമായും ഈ ചെറുപ്പക്കാർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇവർ പോവുകയും അരമണിക്കൂറിനകം കൂടുതൽ ആളുകളെ കൂട്ടി ഒരു 7 അംഗ സംഘവുമായി ഇവർ എത്തുകയും ക്രിക്കറ്റ് ബാറ്റ് സ്റ്റമ്പുകളും ഒക്കെയായി വന്ന് ആളുകൾക്ക് നേരെ ഭീഷണി ഉയർത്തുകയും ഹോട്ടൽ ജീവനക്കാരെയും ഉടമയും ഒക്കെ മർദ്ദിക്കുകയുമായിരുന്നു. ഹോട്ടൽ ഉടമ മുജീബ് ഈ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മുജീബിന്റെ 3 പല്ലുകൾ ഈ യുവാക്കളുടെ സംഘം അടിച്ചു തകർത്തു. ഈ യുവാക്കൾപ്പെട്ട ആളുകൾക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ തന്നെ ഈ അക്രമി സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാരും ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നവരുമൊക്കെ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കും പലർക്കും സംഘർഷത്തിൽ അടിയേറ്റിട്ടുണ്ട്. ഏതായാലും വടക്കാഞ്ചേരി പോലീസ് ഈ സംഘർഷം നടത്തിയ യുവാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 5 മണിക്ക് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും പിന്നീട് ഈ യുവാക്കൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതും. പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റ മുജീബ് അടക്കമുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വലിയ വഴക്കുകൾ ഉണ്ടാവുകയാണ്, വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.